കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വര പ്രിയമുള്ളവരെ, പല മനുഷ്യരും പറയും ദൈവം നമുക്ക് ചില തടസ്സങ്ങൾ വരുത്തി അല്ലെങ്കിൽ ചില അപകടങ്ങൾ വരുത്താൻ കാരണം അത് നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം നമ്മെ ശിക്ഷിച്ചതാണ്. ഒരിക്കലും അങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുകയില്ല. ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നവനല്ല. ഉപ്പ് തിന്നിട്ട് നമ്മൾ പറയാണ്, ഓ ഉപ്പിൻ്റെ ശാപമാണ് വെള്ളം കുടിക്കുന്നത്. ഒരിക്കലുമല്ല. ആ ഉപ്പിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ് വെള്ളത്തിനുള്ളൊരു ദാഹം. അത് അതിലടങ്ങിയിരിക്കുകയാണ്. മദ്യത്തിൽ ലഹരി ഒളിഞ്ഞിരിക്കുന്നത് പോലെ, വിഷത്തിൽ മരണം മറഞ്ഞിരിക്കുന്നത് പോലെ, ആസിഡിൽ പൊള്ളൽ അടങ്ങിയിരിക്കുന്നത് പോലെ ഈ തെറ്റിൽ തന്നെ ദുരിതമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ദൈവത്തിനെയാണ് നമ്മളെല്ലാവരും ഏൽപ്പിക്കുക. ഇത് വന്നത് ദൈവം വരുത്തിയതാണ്, ഒരിക്കലല്ല. ഞാനൊരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹോസിയായുടെ പുസ്തകം 11-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ, ഞാൻ നിങ്ങളെ നശിപ്പിക്കുവാൻ വരികയില്ല. എന്താണ് പറയുന്നത്? ദൈവം ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കുകയില്ല. ദൈവം നശിപ്പിക്കുന്നവനല്ല. നമ്മുടെ തിന്മയാണ് നമ്മെ നശിപ്പിക്കുന്നത്. ആ തിന്മയിൽ തന്നെ ഒരു നാശമുണ്ട് എന്നുള്ളതാണ്. ആ തിന്മയിൽ തന്നെ ഒരു നാശമുണ്ട്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങൾ അത് നമ്മൾ മാറ്റിക്കളയണം. ദൈവം ഒരിക്കലും നമ്മെ നശിപ്പിക്കുന്നവനല്ല. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. മനുഷ്യൻ പാപികൾ ആണെങ്കിലും, എത്ര ഗുരുതര പാപികളാണെങ്കിലും ആ പാപിയെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. അപ്പം നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക, തിരിച്ച് നടക്കുക, മാനസാന്തരത്തിനായി അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവം ഒരിക്കലും നമ്മെ നശിപ്പിക്കുവാനുള്ളവനല്ല, രക്ഷിക്കുന്ന ദൈവമാണ്. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം രക്ഷിക്കുന്നുവെന്നാണ്. യേശു ദൈവം രക്ഷിക്കുന്നുവെന്നുള്ളതാണ്. നമ്മൾ ആരൊക്കെ പ്രാർത്ഥിച്ചാൽ യേശുവേ എന്നുള്ള നാമം ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും. അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം അനുഗ്രഹമായി മാറട്ടെ. കർത്താവായ ഈശോയെ, തെറ്റായ ബോധ്യങ്ങളെല്ലാം മാറുവാൻ ഈശോ എന്നെ രക്ഷിക്കുന്നു, എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ രക്ഷിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഇടപെടുന്നു. ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.